എത്ര നേരമായി ചിക്കൻ മേടിക്കാൻ പോയിട്ട് ഇത് എവിടെ പോയി കിടക്കുന്നത് നിങ്ങള്? മുട്ട വിരിഞ്ഞ് കോഴിയാവാൻ ഇത്രയും സമയം എടുക്കൂല, ചിക്കൻ മേടിക്കാൻ പോയിരിക്കുന്നു. എന്നാ പിന്നെ നിനക്ക് പോയിക്കൂടായിരുന്ന? എന്ത് ഞാൻ പോകും? ഞാൻ പോയാൽ എന്താ കിട്ടൂലേ? എൻ്റെ അമ്മയെ ഞാൻ പോയാൽ ഏത് കോഴിക്കടക്കാരനാണെങ്കിലും എനിക്ക് ആദ്യം കോഴിനെ തരും. 150 രൂപയാണെങ്കിൽ 120 രൂപയ്ക്ക് എനിക്ക് തരും. അതാണ് നേതാവിന്റെ ഭാര്യയുടെ പവർ. അതൊന്നും അമ്മ പറയണ്ട. ഓ എന്ത് ചിരിക്കണത്? എന്ത് ഒന്നുമില്ലേ? അല്ല അമ്മ പറ, അമ്മ എന്താ ചിരിക്കണത്? നിനക്ക് പോയിട്ട് വന്നുകൂടായിരുന്നാന്ന് ഞാൻ ചോദിച്ചതാണ്. ഏടി ഇവിടെ എങ്ങനെ ഇരുന്ന് ബെളായി അടിക്കുന്ന സമയത്ത് ഉള്ളിയെങ്കിലും പൊളിച്ച് വെച്ചിരുന്നു ഇതൊന്ന് തുറച്ചു നോക്കുന്നത്. കറി വെച്ചുകൂടായിരുന്ന? അതിനോട് എന്ത് ബെഡായി പറഞ്ഞ്? ആദ്യം പറഞ്ഞതെല്ലാം സത്യം. പിന്നെ കറി വെക്കാൻ അതിനെ അവര് വരട്ടെ. ഉള്ളി പൊളിക്കണമെങ്കിൽ അവരൊക്കെ വരണം. നീ വെറും മടിച്ചാണ്, കുഴി മടിച്ചാണ്. ഞാൻ മടിച്ചാണ്. ഞാൻ മടി പിടിച്ചിരിക്കുമ്പോ അമ്മയാണല്ലോ ഈ വീട്ടിലെല്ലാ പണികളും ചെയ്ത് എല്ലാം അങ്ങോട്ട് അടക്കി ഒതുക്കി വെക്കുന്നത്. അമ്മയാണല്ലോ എല്ലാം ഇവിടെ ചെയ്യണത്. അയ്യോ എന്റെ മോളൊരു കാര്യം ചെയ്യേ, കസേര ചെന്ന് കാലിമേ ഇങ്ങനെ അങ്ങോട്ട് ഇരി. ഞാൻ ഈ വയസ്സുകാലത്തിന് എല്ലാം ഉണ്ടാക്കി വെച്ച് നിനക്ക് നിന്റെ മുമ്പിൽ വെച്ച് വിളമ്പി തരാം, മതിയാ? അയ്യോ അല്ലെങ്കിൽ ആരോഗ്യമുള്ള സമയത്ത് അമ്മ അങ്ങ് കുറേ അങ്ങ് ചെയ്തു. എന്റെ ദൈവമേ, എന്തോ നീ പറയുന്നത്? എടി ഞാനേ നീ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ വന്നതല്ല. ഞാൻ വച്ചു വിളമ്പി തന്നില്ലായിരുന്നു നീ ഇങ്ങനെ ഗുണ്ടുമണിച്ചായിട്ട് വരത്തില്ലായിരുന്നു. അതാത് ആഹാരങ്ങൾ അതാത് സമയത്ത് അതാത് രീതിയിൽ തന്നിട്ടാണ് നീ ഇപ്പം ഇങ്ങനെ ആയത്. അതൊക്കെ മനസ്സിൽ വെച്ച് ഗുരുത്വത്തോടെ പെരുമാറിയാൽ നിനക്ക് നല്ലത്, മനസ്സിലായ? അതിന് മുഖത്തിന് ഇങ്ങനെ കലം പോലെ അവിടെ. ഞാനൊരു തമാശ പറഞ്ഞതാ. എന്നാലേ ഈ മാതിരി തമാശ ഇനി ഉണ്ടെങ്കിൽ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. രത്നമ്മയോട് വേണ്ട കേട്ടാ. ശരിക്കും അമ്മ എന്റെ അമ്മയാണോ അത് അമ്മായി അമ്മയാണോ? ആണോ? അമ്മ എന്നെ തവിട് കൊടുത്ത് മേടിച്ചതാണോ? ഇടി അങ്ങനെയാണോ നിനക്ക് തോന്നുന്നത്? മക്കളൊരു തമാശ പറയുമ്പോ അത് മനസ്സിലാവാതെ തമാശക്കേടും ഒക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും. നമുക്ക് മൂക്കല്ല എന്റെ വാ കുത്തി കെട്ടു. നീ മൂക്കൊന്നും കുത്തണ്ടത്. അതിപ്പോ ഞാൻ ചെയ്യേണ്ട കാര്യമില്ല, വേറെ ആരെങ്കിലും ചെയ്തു വരുന്നത്. റോസ്മേരി അമ്മ, എന്റെ ദൈവമേ, കുഞ്ഞമ്മച്ചി. അയ്യോ ഇത് ആരൊക്കെയാണ്? എത്ര ഏട്ടാ? 190. എന്റെ മോള് കൊടുക്കണ്ട, നീ ഇതിന് കൊടുക്കുന്നത്. ശരി മമ്മി. തങ്ക മക്കളെ കൊടുക്കണേ. എന്താ ചില്ലറാണോ? അല്ലോ കൊടുക്ക്. മമ്മി, ഇത് മമ്മിക്ക് മുഖം വല്ലായിരിക്കുന്നു. ഇതൊരു സംശയം പോലെ. എന്താ? എനിക്ക് നല്ല കോൺഫിഡൻസ് ഇല്ലേ? നല്ല പേഴ്സണാലിറ്റി ഇല്ലേ? ഞാൻ നല്ല സ്മാർട്ട് അല്ലേ? പിന്നെന്താ? എൻ്റെ മോക്ക് സ്മാർട്ടാ, എൻ്റെ മോക്ക് കിട്ടുകയും ചെയ്യും. പിന്നെന്താ മമ്മി? മമ്മി ആകപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിന്റെ കാരണം തോന്നാണ്. എന്താ? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ രണ്ടുപേരും കൂടി ഇങ്ങ് പോന്നെന്ത് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. നമ്മളെയൊക്കെ കണ്ടിട്ട് കുറെ നാളായില്ലേ? അങ്ങനെ കുടുംബക്കാരെ കാണാൻ വരുന്നതിന് മുന്നറിയിപ്പ് എന്തിനാടി മോളെ? അച്ചാച്ചൻ എന്തിയെ? ഇപ്പൊ ഒരു ചിക്കൻ മേടിക്കാൻ പോയിപ്പോ. ചിക്കൻ മേടിക്കാനോ? ഞങ്ങള് വരുമെന്ന് എങ്ങനെ അറിഞ്ഞ്? അയ്യോ മോളെ നീ പറഞ്ഞൂടി. ഞാൻ പറഞ്ഞല്ലോ മമ്മി. ചാടിച്ച് പറഞ്ഞു. ഞാൻ പറയാൻ നിങ്ങൾ വരുന്ന കാര്യം ഞാൻ ഇപ്പഴല്ലേ അറിഞ്ഞു. അത് തന്നെ. അയ്യോ പിന്നെ അങ്ങനെ ഭയങ്കര അത്ഭുതമായിരിക്കുന്നല്ലോ. പിന്നെ റോസമ്മോ, ഇപ്പോ കുഞ്ഞമ്മച്ചി മോളെന്നാ വിളിക്കല്? ഞാനേ മമ്മീന്നാ വിളിക്കുന്നത്, തള്ളേന്നൊന്നും വിളിക്കത്തില്ല. ആണോ? ഭയങ്കര സ്നേഹമാണ് ഞങ്ങള്. അയ്യോ ദൈവം അനുഗ്രഹിക്കട്ടെ. വഴക്കില്ലെങ്കിൽ തന്നെ സമാധാനം. ചായ കുടിക്കും. നല്ല അമ്മച്ചി നീ തോടാ ചാടി പറിച്ച് ചതച്ചോട് വരുന്നേ. തങ്കഞ്ചേട്ടത്തി വിളിച്ചു പറഞ്ഞു നിങ്ങൾ വന്നെന്ന്. അങ്ങനെ പെട്ടെന്ന് വന്നേ. അവിടെ നിന്ന് ഓടാൻ തുടങ്ങിയ അച്ചായ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയല്ലോ. ശരി, എന്റെ കുഞ്ഞങ്ങ പകുതിയായി. 24 മണിക്കൂറും അങ്ങ് ജോലിയാ. എന്നാ കയ്യിൽ ഒരു 5 പൈസ ചോദിച്ചോണ്ടാ അതും ഇല്ല. ഇതിപ്പോ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് രണ്ടുപേരുടെ? ഉണ്ടടാ, ഒരു വിശേഷം ഉണ്ട്. വിശേഷം? അല്ല പിന്നെ എന്താ? അതെ, ഇവിടെ അടുത്തൊരു സ്ഥാപനത്തിൽ നാളെ എനിക്ക് ജോലി കിട്ടും. ഞാൻ ഇന്റർവ്യൂവിന് പോകാൻ വന്നതാ. താങ്ക് യു.
താങ്ക് യു. അത് അടിപൊളി. നീ വിചാരിക്കുന്നവരൊന്നും അല്ല, അവള് മിടിക്കുകയാടാ, അവള് മിടിക്കുക. അല്ല എൻ്റെ മമ്മിയുടെ അനുഗ്രഹം. റോസ് ആൻറ്റി, ഈ സൂപ്പർ മാർക്കറ്റ് മാനേജർ എന്നൊക്കെ പറയുമ്പോൾ അതിന് ക്വാളിഫിക്കേഷൻസ്, ഈ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ അറിയണ്ടേ? അത് അറിയോ? എന്നെ കുറിച്ചൊന്നും അറിയത്തില്ലെന്ന് തോന്നല്ലേ. എനിക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ആളാ. അല്ല അങ്ങനെയല്ല, ഓപ്പറേറ്റ്. എനിക്ക് ഓപ്പറേഷൻ ഒക്കെ അറിയാലോ. കമ്പ്യൂട്ടറിന്റെ എല്ലാ ഓപ്പറേഷനും എനിക്കറിയാം. എന്ന സീനല്ലേ, ഈ എക്സൽ ഒക്കെ അറിയാലോ. എക്സും അറിയാം, വൈയും അറിയാം. അതിനകത്ത് എല്ലാം ഉണ്ടല്ലോ, ABCD ഒക്കെ ഉണ്ട് അതിനകത്ത്. എല്ലാം ഉണ്ട്. മറ്റേ ഒരു സുനാം ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കത്തില്ല, അതല്ലേ മോള് ഉദ്ദേശിച്ചത്? പക്ഷെ എക്സലിലാണ് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കണം. അത് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതൊക്കെ എനിക്കറിയാം. പിന്നെ ചേട്ടത്തി, മമ്മി ഭയങ്കര ആശങ്കയില്ല കേട്ടോ. മമ്മി പറയാം എൻ്റെ ഈ പേഴ്സണാലിറ്റി, സ്മാർട്ട്നെസ് ഒക്കെ കണ്ടിട്ടേ അവര് ഈ സെയിൽസ് ഗേൾ എന്നും പറഞ്ഞില്ലേ വിളിക്കുന്നേ, പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്നെ മാനേജർ ആക്കുമെന്നാ മമ്മി പറയുന്നേ. എനിക്കും തോന്നുന്നുണ്ട്. ശരിക്കും ഒരു മാനേജർ എല്ലാ ഇതും ഉണ്ടല്ലേ. എന്തെങ്കിലും സഹായിക്കണോ? അയ്യോ ഞാൻ വെറുതെ ഒരു ചോദിച്ചായിരുന്നു. മാറിക്കേ. മാനേജർ എക്സൽ അറിയാൻ എന്ത് ചെയ്യാനാ? അവക്കറിയാന്ന് പറഞ്ഞല്ലോ. എക്സും വയ്യും അറിയാന്നാ പറഞ്ഞ, അതിൻ്റെ അടുത്ത് എല്ലാം ഉണ്ടെന്ന്. നീ പിന്നെ എന്താന്നാ ചോദിച്ചത്? നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എക്സൽ, മൈക്രോസോഫ്റ്റ്, പവർ പോയിന്റ് ഒക്കെ പോലെ. ഞാൻ ആരോടാ പറയണേ? നീ ഇങ്ങ് വന്നേ, ഇത് ഇളക്കിക്കേ. അതാ കൈ പൊള്ളിക്കരുത്. എടാ അവിടെ വെക്കാം, ഞാൻ വിളമ്പിക്കോളാന്ന്. നീ ഇരുന്നോ. ഗസ്റ്റുകൾക്കല്ലേ ആദ്യമേ പരിഗണന കൊടുക്കേണ്ടത്, അവര് കഴിക്കട്ടെ. എന്റെ അച്ഛന് ആദിത്യ മര്യാദയൊക്കെ അറിയാം. എന്നാ പിന്നെ അച്ഛൻ്റെ ഒരു പീസ് ചിക്കനും കൂടി ഇങ്ങോട്ടിട്ട്. മതി മതി മോളെ. കഴിക്കടി. മോനെ നീ ഇരിക്കടാ, ഇച്ചിരി കഴിച്ചാൽ മതി. സാർ ഇച്ചിരി കഴിച്ചാൽ മതി. നിങ്ങളിരിക്കേ, എല്ലാവരും കൂടെ അങ്ങ് ഇരുന്നൂടാ. ഇല്ല, ഞങ്ങള് പിന്നെ കഴിച്ചോളാം. മോളെ ഇരിക്കോളെ. ഇല്ല, ഞാൻ അടുത്ത ഇതിനെ കഴിക്കാം. ചേട്ടത്തിയേ, ഈ കൊച്ചിനെ കടിച്ചു വിടാറായില്ലയോ? അയ്യോ, നല്ല ഒന്നാന്തരം ഒരു ഓട്ടോ ഡ്രൈവർ നമ്മുടെ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന എൻ്റെ കൂട്ടുകാരുടെ ആങ്ങളെ. ഞാൻ ആലോചിക്കട്ടെ. അവളിപ്പോ കെട്ടിക്കുന്നില്ല. ഇല്ലേ? പെൺപിള്ളേർ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലേ മോളെ, കെട്ടിച്ചു വിടണേ കുഞ്ഞിനെ. അഴകങ്ങ് പോവും പ്രായമായ പിള്ളേര്. ജോലിക്ക് വല്ല ശ്രമിക്കുന്നുണ്ടോ? പഠിച്ചോണ്ടിരിക്കുവല്ലേ. ജോലിക്ക് ശ്രമിക്കണേ എന്നെ പോലെ സ്മാർട്ടാവണം. മോളെ ആദ്യം എന്നെ കണ്ടുപിടിക്കുക കേട്ടോ. ആൻറ്റി എങ്ങനെ സ്മാർട്ടായിട്ട് എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നതെന്ന് മോള് നോക്കണം. എന്നിട്ട് മോൾ അതുപോലെ ജോലിക്ക് ശ്രമിക്കണം കേട്ടോ. എനിക്കിപ്പോഴും ഒരു സമാധാനമായി. ഇവൻ ജോലിക്ക് പോയെങ്കിൽ 5 പൈസ തരത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ മോള് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ശമ്പളം കിട്ടുമല്ലോ. കറക്റ്റ് ശമ്പളം കിട്ടുമെന്നോ? എന്ത് മമ്മി അങ്ങനത്തെ ഒരു പറച്ചില്? സെയിൽസ് സ്കെയിലിന് സ്റ്റാർട്ടിങ് 15,000. പക്ഷെ എനിക്ക് തോന്നി എൻ്റെ ആ പേഴ്സണാലിറ്റി കണ്ടിട്ട് അവരെന്നെ മാനേജർ ആക്കുന്ന തോന്നി. അങ്ങനെയാണെങ്കിൽ 25,000. 15,000 രൂപ എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര തുകയല്ല. ലൈഫ് സെറ്റാവും. ദൈവമേ, അതൊന്ന് കിട്ടിത്തന്നാ മതി. കർത്താവേ, വെടികേറി കത്തിച്ചോളാല്. 15,000 വേണ്ടി വെറുതെ കർത്താവിനെ വിളിച്ച് മെനക്കെടണ്ട. അതെന്തായാലും എനിക്ക് കിട്ടും. 25,000 കിട്ടാൻ വേണ്ടിയിട്ട് കർത്താവിനെ വിളിച്ചു. പൈസ കിട്ടാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കരുത്, ജോലി കിട്ടാൻ വേണ്ടി ഭർത്താവിനോട് പ്രാർത്ഥിക്കണം. അതാ വേണ്ടി. കണ്ടോടി, ചേച്ചിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്. ചേർത്ത് വിട്ട്. പിന്നെ വേറൊരു കാര്യം, ഇവക്ക് ജോലി കിട്ടിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണമാണ്. ഞാൻ ഉള്ളത് പറയാമേ. അല്ല, ഈ റോസ്മേരിക്ക് ജോലി കിട്ടിയാൽ റോസ്മേരിക്കും നിങ്ങൾക്കും ഒക്കെ കൊള്ളാം. അത് ഈ കുടുംബത്തിൽ ഞങ്ങൾക്ക് കൊള്ളാമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങോട്ട് അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെന്താന്ന് വെച്ചാലേ, ഇവക്ക് ജോലി കിട്ടുന്ന ഇവിടെ ആണല്ലോ. അപ്പൊ പിന്നെ ഇവളിവിടെ കാണും. നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന ഒരു കുടുംബം പോലെ അങ്ങ് അടിച്ചുപൊളിച്ച് ജീവിക്കാം. കഴിക്കേ. ഞാൻ എപ്പോഴും പറയുമായിരുന്നു, റൊണാൾഡോ ഇവിടെ,
റോസ്മേരിയും കൊച്ചുങ്ങളും അവിടെ. അത് തന്നെ ശരിയല്ല. അതിപ്പോ എന്റെ സാഹചര്യം അങ്ങനെ ആയി പോയതുകൊണ്ടല്ലേ അമ്മേ. അല്ല, റോസാൻറ്റിയും കൂടെ ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് വിഷമാവൂലേ? അത് പിന്നെ ഉറപ്പായിട്ടും വിഷമാവൂലേ. അച്ഛനും അമ്മയും വേറെ സ്ഥലത്ത്, മക്കള് വേറെ സ്ഥലത്ത്, പിള്ളേരെന്തോരം സങ്കടപ്പെടുന്നുണ്ടാവും. അവർക്ക് എപ്പോഴും അച്ഛനും അമ്മ ഒരുമിച്ച് നിൽക്കണേ. അങ്ങനൊന്നും ഇല്ല മക്കളെ, കുഞ്ഞുങ്ങൾക്ക് എന്നാ മതി. ഞാൻ വെടിപ്പെട്ട് നോക്കത്തില്ല. ഇല്ലടി മോളെ, അമ്മ പിടിക്കുക. അവനറിയാം, എൻ്റെ കുഞ്ഞിനറിയാം. അയ്യോ അയ്യോ. അത് ശരിയാ, കുഞ്ഞമ്മച്ചി നോക്കും. എന്നാലും പിള്ളേർക്ക് കൊതി അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കണതായിരിക്കും അല്ലേ. അത് ശരിയാ. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് പോയി TC മേടിച്ചോണ്ട് ഇങ്ങോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ചേട്ടത്തി, അത് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ടീച്ചറുടെയും കീച്ചറുടെയും ഒന്നും കാര്യം നീ ചിന്തിക്കണ്ട. അവധി ദിവസം വരുമ്പോ ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് വരത്തില്ല. അപ്പൊ അപ്പച്ചനോ? അപ്പച്ചൻ അത് തന്നെ അതിനെ കൊണ്ട് കൊണ്ടുവരാം. കോട്ട അവിടെ കാണാൻ കിടന്ന് ശ്വാസം മുട്ടാതെ കൊണ്ടുവരാൻ ഞാൻ. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യടാ റൊണാൾഡേ, നീ ഒരു കാര്യം ചെയ്യ, ക്ലീറ്റോനോട് പറ ഈ ടൗണിൽ എവിടെയെങ്കിലും ഒരു വാടക വീട് നോക്ക്. അപ്പൊ അതാവുമ്പോഴത്തേക്കും ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിൽക്കുകയും ചെയ്യാം. കൊടങ്ങാവിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നാൽ മതിയല്ലോ. എന്നാ പെട്ടെന്ന് അതാ നല്ലത്. അത് തന്നെ നല്ലത്, പെട്ടെന്നാവട്ടെ. അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ജോലിക്ക് പോയി കിട്ടുന്ന പൈസ വാടക വീട്ടിൽ കൊടുക്കാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജോലിക്ക് പോന്നേ? അല്ലാതെ നമ്മളെങ്ങനെ ജീവിക്കും? നമ്മൾ ജീവിക്കുന്ന വെച്ചാൽ ഇവിടെ ഇപ്പൊ എന്തോരം മുറികളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു മുറി, ഇപ്പൊ അച്ചാച്ചന് എന്നെ ഇവിടെ മുറിയില്ലേ, അപ്പൊ അവിടെ എവിടെയെങ്കിലും ഞാൻ കിടന്നാ പോരെ? ഞാൻ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങി നിങ്ങളിൽ ഒരാളായിട്ട് ഞാൻ ഇവിടെ കിടന്നോളാം. അത് മതിയടി കുഞ്ഞ്, പൂച്ചയ്ക്ക് എന്തിനാ വേറൊരു റൂം? രണ്ടെണ്ണോടെ ചുരുങ്ങി ഇറങ്ങുന്ന ഒരു റൂം പോരായോ? എന്നെന്ത് 10 പേരുണ്ടോ? ഒരു പെണ്ണെ ഇങ്ങനെ കുത്തിയിരുന്നാ മതി. പോയി കിടന്ന് ഉറങ്ങ. രാവിലെ ഇന്റർവ്യൂവിന് പോകാനുള്ളത് മോഹമെല്ലാം പന്നലാവും. അയ്യോ ശരിയോ, ഉറക്കം നിൽക്കാൻ പാടില്ല. പോസ്റ്റിലൊക്കെ ജോലി ചെയ്യുമ്പോ എങ്ങനെ ഇരിക്കേണ്ടത്? പെണ്ണ് ഉറക്കുളച്ചിരിക്കുന്നത് നടുവേദന എടുക്കുന്ന മക്കളെ. വിരിച്ചിട്ടിട്ടുണ്ട്. ചൂട് വെള്ളോടെ ഒന്ന് കൊണ്ടുവെക്കണേടി. അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾ ഓഫ് യു ഗുഡ് നൈറ്റ്. ആ പിന്നെ ഏതായാലും ക്ലീറ്റ് വെച്ചാൻ ഇല്ലല്ലോ, അപ്പൊ നിങ്ങളുടെ മുറി ഞങ്ങൾ എടുത്തോട്ടെ. അങ്കം പാവരിച്ച് എവിടെയെങ്കിലും വെളിയിൽ എവിടെയെങ്കിലും കിടന്നാൽ പോലെ ചേട്ടത്തി. അല്ല അത് വേണ്ട, നമ്മുടെ മുറി തന്നെ പിടിക്കും. പിന്നെ വേണ്ട. എന്തൊരു അവരുടെയൊക്കെ സന്തോഷമല്ലേ നമ്മൾ നോക്കണ്ടേ. ഞാൻ അമ്മച്ച റിപ്ലൈ അയച്ചു. മാനേജറുടെ ഭർത്താവിന് ഇപ്പൊ ഉറക്കമൊക്കെ ഉണ്ട്. എന്തോ? ഒന്നുമില്ല. ഇത് കൊള്ളാം. ഇതാ ചെസ് ബോർഡ്. ഇത് ഓർമ്മയുണ്ട? ഇത് മതി. ഓർമ്മയുണ്ടോന്ന്? പള്ളിപ്പെരുന്നാൾ ഇടാൻ വേണ്ടിട്ട് നീ നിന്ന നിപ്പി എന്നെ കൊണ്ട് ബഹളം ഉണ്ടാക്കി രൂപ 2200 കൊടുത്ത് മേടിച്ച സാധനം. എന്നാലെന്താ, നല്ല ലുക്കില്ലയോ? സൂപ്പറാ. ഇതിന്റെ മാലയുണ്ട്, കമ്മലുണ്ട്, വളയുണ്ട് എൻ്റെ കയ്യില്. ഇതെല്ലാം ഇട്ട് നാളെ ഞാൻ നേരെ ഒന്ന് വെളുത്താൽ മതിയെന്ന്. എനിക്ക് മാനേജർ ആകാണ്ട് വയ്യച്ചായ. എന്റെ റോസ്മേരി, കൂടിയ കമ്മലും മാലയും ഒക്കെ ഈ ചുരിദാരും ഇട്ട് ഷൈൻ ചെയ്ത് വിട്ട് കാര്യമില്ല. അവരാ സൂപ്പർ മാർക്കറ്റിലെ ഒരു മീറ്റിങ്ങിന് കുറെ ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം പറയണം. മീറ്റിംഗ് അല്ല, ഇന്റർവ്യൂ. ആ അയ്യോ, കൂടെ കിടന്നിട്ട് രാപ്പനി അറിയത്തില്ലല്ലേ? റോസക്കുട്ടിക്ക് പനി അടിച്ചാ? പനി അടിച്ചെന്നാന്നോ? എന്റെ കഴിവിനെ കുറിച്ച് സംശയമുണ്ടോ? ഒഴിയായിരുന്നു. അങ്ങനെ സംശയമുള്ള ഭർത്താവൊന്നുമല്ല ഞാൻ. എനിക്ക് അങ്ങനെയുള്ള അസുഖമൊന്നുമില്ല. അയ്യോ, അങ്ങനെ സംശയം ഉണ്ടെന്നല്ല, എന്റെ കഴിവിനെ കുറിച്ച് നല്ല സംശയം ഉണ്ടെന്ന്. എന്റെ കഴിവ്, എന്റെ കഴിവും വാച്ചാതിരി എനിക്ക് അറിയാവില്ല, ഒരു സംശയവും. ഞാൻ ജീക്കേടാണാ. ഇപ്പൊ പറഞ്ഞതേ ഉള്ളു, എനിക്ക് സംശയമില്ലെന്ന്. ജി കെ എന്ന് വെച്ചാൽ ഗോപാലകൃഷ്ണൻ എന്നല്ല, ജി കെ ജനറൽ നോളജ്. ആ, എന്റെ ജി കെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ഭയങ്കര അറിവാണോ? ഭയങ്കര അറിവാ. 1-2 ചോദ്യങ്ങളൊക്കെ ചോദിക്കും, മണിമണി പോലെ ഉത്തരം പറയാം. ചോദിക്കും. ചോദ്യങ്ങളിപ്പോ ഞാനെന്തെടുത്ത് ചോദിക്കാം? എന്തേലും ചോദിക്കുന്നേ, എന്തേലും ജി കെ സംബന്ധമായ എന്തേലും ഒരു ചോദ്യം ചോദിക്കും. ആ, ചോദിക്കും. അയ്യോ, എനിക്ക് ഉത്തരം പറയാണ്ട് വയ്യ. പറയാം, ചോദിക്കും. ശരി. ഒരാൾ ബൈക്കിൽ അമിത വേഗത്തിൽ പോകുന്നു. അപകടം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? അമിത വേഗത്തിൽ പോയിരുന്നാ പോരെ? ആണല്ലേ? എങ്ങനെയുണ്ട് എന്റെ പിന്നെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ അവരിങ്ങോട്ട് ചോദിക്കും, ഞാൻ മണിമണി പോലെ ഉത്തരം പറയും. മാനേജർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യം. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യക്കാണോ
ഭർത്താവിനാണ് വില. അതിപ്പം ഭർത്താവിനാ. എന്നിട്ടാണ് റോസക്കുട്ടി നീ എനിക്ക് പുല്ല് വില തരുന്നത്. അയ്യോ, അതിന് മുന്നിൽ ഒരു കാര്യം കൂടെ ചേർക്കണം. എന്ത്? കൈ പൈസയുള്ള ഭർത്താവ്. അടുത്ത ചോദ്യം ചോദിക്കേ, എനിക്ക് ഉത്തരം പറയണം. ചോദിക്കേ. 2 ചോദ്യം ചോദിച്ചപ്പോ തന്നെ വയറ് കാണും. പിണങ്ങല്ലേ? എന്തിനാ പിണങ്ങുന്നേ? നിനക്ക് പൈസ ഉള്ള ഭർത്താക്കന്മാരെ മതിയായിരുന്നു. നിങ്ങളുടെ ബന്ധത്തിൽ ഇഷ്ടംപോലെ ഗൾഫുകാരും ഓസ്ട്രേലിയക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത് നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ബന്ധുക്കൾക്കൊന്നും ഇത്ര സൗന്ദര്യം ഇല്ലല്ലോ. എനിക്ക് ശരിക്കും ഈയിടെയായിട്ട് കണ്ണാടി നോക്കിയപ്പോ എനിക്ക് എന്നോട് തന്നെ ഒരു മതിപ്പ് തോന്നി റോസ്മേരി. ആണാ? കിടക്കണ്ടേ? രാവിലെ പോണ്ടേ? കിടക്കണം. കിടക്കണ്ടേ? കിടക്കണോ? കിടക്കണം. കൊടുക്കണോ? കിടക്കണം. കൊടുക്കണോ? കണ്ണാടി അമ്മ ഇവിടെ കൊറേ നേരമല്ലോ. അകത്ത് അടുക്കളയിൽ അമ്മ കൊറേ നേരമല്ലോ എവിടെ? പാത്രം കഴുകി വെക്കുക. കഴിഞ്ഞില്ലേ ഇതുവരെ? കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ എന്തോരം പാത്രമാണ്. അമ്മ ഇനി ഒന്നേ, അമ്മ എന്തിനാ അവരെല്ലാരും കഴിച്ചിട്ട് വെച്ചേക്കണ പാത്രമൊക്കെ കഴുകാൻ നിക്കണം? അവർക്ക് കൈയില്ലേ? ഇല്ലെന്ന് വെച്ചാ കഴുകാതെ ഞാൻ എന്ത് ചെയ്യും? നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ അമ്മ പറയുമല്ലോ സ്വന്തമായിട്ട് കഴുകി വെച്ചുകൂടെയെന്ന്. എന്റെ ഒരു ഫാമിലി അല്ലേ, നമ്മളൊരു കുടുംബത്തിലുള്ളവര്. എന്തെങ്കിലും ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് മാത്രമാവും അവസാനം, അല്ലെങ്കിൽ അവർക്ക് കണ്ടുകൂടാ. ഫാമിലി ആണല്ലോ, അപ്പൊ അമ്മ വന്നൊന്ന് ഹെൽപ്പ് ചെയ്തൂടെ? രാവിലത്തെ ഉച്ചക്കത്തെ ഒക്കെ ഇങ്ങനെ ഇടുവല്ലേ? അമ്മ ആരാ? വേലക്കാരിയാണോ ഇവിടുത്തെ? ആ മര്യാദ അവര് കാണിക്കണം. റൊണാൾഡോ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് വേറൊന്നുകൊണ്ടും അല്ല മക്കളെ. പിന്നെ ഈ ആഹാരവും താമസ സൗകര്യവും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴേ അവർക്ക് കിട്ടുന്ന ശമ്പളം ബാക്കി വയ്ക്കാമല്ലോ. അവൻ ആ വഴിയാ ചിന്തിച്ചു നോക്കുന്നത്, അല്ലാതൊന്നുമല്ല. അല്ല, ഇത് നീ ഇന്റർവ്യൂക്ക് റോസ് ആന്റി മാത്രം പോയാ പിന്നെ 3 പേരും കൂടെ എന്തിനാ പോണേ? ദൈവത്തിനറിയാം ഈ കുഞ്ഞമ്മച്ചി എന്തിനാ ചാടിക്കേറി പോകുന്നത്. ചിലപ്പം നിന്റെ കുഞ്ഞമ്മച്ചി ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ഇവിടെ താമസിക്കാമല്ലോ. അതാണ് അവരെ വിദ്യ. നന്നാവും. അങ്ങനെയെല്ലാം ആണെങ്കിൽ കുറെ കൂടി പോയാൽ ഞാൻ ഡാഡി വല്ലതും വിളിച്ച് പറയും. ആ റോയൽ സൂപ്പർ മാർക്കറ്റ് അല്ലേ, ഇപ്പൊ മാനേജർ പൊസിഷനും കിട്ടില്ല, ഒരു പൊസിഷനും കിട്ടൂല. അല്ല അത് ശരിയല്ല മോളെ, അത് മോശമാണ്. ആരുടെയെങ്കിലും ജോലി തട്ടിക്കളയുന്നത് ശരിയല്ല. ഇവിടെ താമസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ തറപ്പിച്ച് പറയണം ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ലെന്ന്. പിന്നെ അതെങ്ങനെ പറയും? വീട്ടിൽ കയറി വരുന്നവരോട് നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാനൊക്കെ പാടാം. അല്ല, അതാണ് മാന്യത. നിങ്ങൾക്ക് പറയാൻ വയ്യെങ്കിൽ ഞാൻ പറയാം. എൻ്റെ അമ്മ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും പറയും നമ്മുടെ കുടുംബത്തിൽ നിൽക്കാൻ പറ്റൂല എന്നല്ലേ പറയണത്. ഇപ്പൊ എന്തായാലും എന്താ വ്യത്യാസം? എന്നാലും ഒരു വല്ലാത്ത അവര് കൊടങ്ങാവളക്കാര് തീരുമാനിക്കട്ടെ. ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നാന്ന് തോന്നുന്നത്. ദൈവമേ, കിട്ടിയിട്ടുണ്ടാവോ ആവോ? കാലും കടയും വയ്യാതെ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതാ. എന്തായി? മാനേജറായോ? അതാ ആ നിൽക്കുന്ന മുത്തിനെ എന്നെ കണ്ടാല് സമപ്രായക്കാരനാന്നല്ലേ ഏത് പൊട്ടക്കണ്ണനെ പറയത്തുള്ളൂ. പിന്നെ ഇച്ചിരി മൂപ്പ് എനിക്കാണോ? അത് ഞാൻ സമ്മതിച്ചു. അതെ 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 അത് ഞാൻ സമ്മതിച്ചു. അല്ല, ആ സമപ്രായവാ. കണ്ട, എനിക്കങ്ങനെയാ തോന്നുന്നത്. സൈഡ് കൊണ്ട് എങ്ങനെ നോക്കിയാലും ഒരു പ്രായം പോലെ, പിന്നെ ഒരു 6 മാസം കൂടുതൽ തോന്നിക്കും. നല്ല ഉടുപ്പ്, പിന്നെ നല്ല വള, നല്ല മാല, നല്ല കമ്മല് എല്ലാം ഇട്ട് ഒരുങ്ങി ചെന്നപ്പോഴേ ടൈ കെട്ടിയ കുറേവന്മാര് പറയവാ എന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എനിക്ക് സീപ്പർ ജോലിയെ കിട്ടത്തുള്ളെന്ന്. അയ്യോ, അത് കട്ടായി. കണ്ണി തിമിരമായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ക്വാളിഫിക്കേഷൻ അവിടെ പോട്ട്, പക്ഷെ എന്റെ മോളെ പോലെ കഴിവുള്ള ഒരിക്കലും അവിടെ കവച്ചു നോക്കായിരുന്നു. അമ്മച്ചി അത് സമ്മതിക്കാനേ പറ്റും. കണ്ട എന്റെ കുഞ്ഞ്. അല്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ കിട്ടിയ ജോലി കളയണ്ടായിരുന്നു. അത് കളഞ്ഞ മണ്ടത്തരമായി. സീപ്പർ കളഞ്ഞോ? വേണ്ടാന്ന് വെച്ചു. ഞാൻ എന്റെ വീട്ടിൽ നന്നായിട്ട് തുടച്ചു വാരിയിട്ടില്ല. പിന്നല്ലേ ഞാൻ കണ്ടവന്റെ സൂപ്പർ മാർക്കറ്റ് പോയി അടിച്ചു വരാന്. അതല്ല ഈ തൂപ്പ് ജോലിക്കൊക്കെ പോയാലേ അത് നിങ്ങളെ കുടങ്ങാവുള്ള കുടുംബത്തിന്റെ അന്തസ്സിന് ബാധിക്കത്തില്ലേ? പോയിന്റ് അതൊരു ശരിയാ. അത് ഉറപ്പാണ്. ഞാൻ പേടിച്ചായിരുന്നു ഇനി സീപ്പറായിട്ട് എങ്ങാനും വരുമോ എന്ന്. കാരണം എന്താന്ന് വെച്ചാ റോസ് അല്ല ഈ നടപ്പ്. ഈ ഒന്ന് നടന്നു വന്നേ.
അയ്യോ ഇത് കണ്ടിട്ട് മാനേജറിൽ കുറഞ്ഞ ഒരിടത്ത് ഇരുത്താൻ പറ്റൂല. അതാണ് ഈ ടൈ കെട്ടിയവർക്കല്ലോ അറിയാം ഓരോ വെച്ചു അവർക്ക് കഴിവിൽ കാര്യമില്ലല്ലോ. ക്വാളിഫിക്കേഷൻ ആർക്കും എടുക്കാൻ പാടില്ലേ? എന്റെ മോളെ ഞാൻ അവളെ അതിനകത്ത് ചേർക്കാന്ന് വെക്കാം. ഈ പാന്റും കോപ്പും കണ്ണാടിയും ഷൂവും കൊണ്ടൊക്കെ ഇട്ടുണ്ട് അങ്ങോട്ട് കീർത്തുന്നിട്ട് എന്റെ കുഞ്ഞിനെ സീപ്പർ ജോലിക്കകത്ത് അങ്ങോട്ടാക്കിയ ഞാൻ നാട്ടിലോട്ട് എല്ലാവരോടും എന്നെ കല്ലെറിയത്തില്ലേ? എനിക്ക് അവിടെ ഒരു മാനമില്ല. അമ്മച്ചി ഇപ്പൊ എന്താ ഉദ്ദേശിച്ചത്? അതൊന്നും ഇല്ല, നിന്റെ ഭാവിയെ ഓർത്തങ്ങ് പറഞ്ഞതാ. അത്രേ ഉള്ളു. അപ്പൊ ഇപ്പൊ ഒന്നുമില്ല. ഒന്നുമില്ല. ഇപ്പൊ എന്തായാലും നല്ലൊരു ജോലി കണ്ടുപിടിക്കണം. മക്കളെ നീ വിഷമിക്കണ്ട. നീ ഇവിടെ നിന്ന് ജോലിക്കൊക്കെ ഒന്ന് ശ്രമിച്ച ഇതനല്ല ഇതിനപ്പുറമുള്ള ജോലി നിനക്ക് കിട്ടും. കാരണം നിന്റെ മുഖശ്രീ കാണുമ്പോ അറിയാം അവന്മാർക്ക് കണ്ണെത്തി വരാം. ഇത്രയും നല്ലൊരു കൊച്ചവിടെ ഇനിയിപ്പോ എന്താ? ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് നല്ലൊരു ജോലി കണ്ടുപിടിക്കണം. അതാ പിന്നെ ക്ലീറ്റോ ചേട്ടന്റെ പാർട്ടിയിലൊക്കെ നല്ല ബന്ധമുള്ള ആളല്ലേ. അങ്ങനെ വിചാരിച്ചാലും എനിക്ക് എവിടെയെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി കിട്ടുമല്ലോ. സുന്ദരമായിട്ട് അവൻ വിചാരിച്ച പാർട്ടി എന്തിനാ പറയുന്നത്? സെക്രട്ടേറിയറ്റ് കിട്ടുമല്ലേ? അയ്യോ മന്ത്രിയാവാലോ. പിന്നെ ആ വെള്ള സാരി കൊണ്ട് എടുത്തിട്ട് കുഞ്ഞ് എങ്ങനെ ഇരിക്കോടി? രാഷ്ട്രീയത്തിൽ ഇറങ്ങട്ടെ. ആര് കുത്തിയില്ലാലും ഞാൻ കുത്തു പോട്ടു. എനിക്കറിയാം. പിന്നീന്ന് കുത്തില്ലാടാ അവ കുത്തും. ഡൗട്ടാ ഇപ്പോഴും നമ്മളെയൊക്കെ അങ്ങ് പുച്ചാ ചിലർക്ക്. ഞാൻ അറിഞ്ഞില്ല. കാണിച്ചു കൊടുക്കണം മക്കളെ നിന്റെ കഴിവ് കാണിച്ചു കൊടുക്കണം. ഈ തള്ളയുണ്ട് നിന്റെ കൂടെ. ഇതെവിടെ ഒളിപ്പിച്ച് വെച്ചേക്കാ നീ സ്നേഹം എല്ലാം കൂടെ ജോലി കിട്ടി കാണോടി. എന്റെ കൂടെ ഒരു ഭാഷയാ. എന്തായാലും ഇനി ഇവർക്ക് ജോലി മേടിച്ച് കൊടുത്തിട്ടുള്ള കാര്യം എന്നിട്ടേ ഇവിടുന്ന് പോകണോ? എന്റെ പൊന്നു അത്രേ ഉള്ള